കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകാലത്ത് ചിന്തിക്കാൻ നമ്മൾ ദൈവവചന വായിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദേവദാസനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഗ്രഹമായ ആരാധന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി നൽകി. അല്പസമയം ദൈവത്തിന്റെ കേൾവിക്കായി നമ്മൾ ശ്രദ്ധ തിരിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം, എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 9 verse 11 and 12. ക്രിസ്തുവോ വരുവാനുള്ള നമ്മളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊട്ടന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്തം കൃത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തെ പ്രവേശിച്ചു. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ അധികം മുഖവരുകളിലേക്ക് കടന്നു പോകുന്നില്ല. വായിച്ച തിരുവചനത്തിൽ ഇന്ന് പകൽക്കാലം നാം സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടതുപോലെ 101-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ പ്രിയ കർത്താവിന്റെ ദാസി ആമേൻ ആ പ്രാരംഭത്തിൽ ആമേൻ ആ കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി വിശദമായി പറഞ്ഞു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രിയ കർത്താവിന്റെ ദാസിക്ക് അറിയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചതിന് ശേഷമാണ് സങ്കീർത്തന ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ മൽക്കീസേദെക്കിനെ കുറിച്ച് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചത് ഇപ്രകാരമാണ്. ആമേൻ സ്തോത്രം. ഈ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്തതായ വലിയതും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആമേൻ ഏതേ തോട്ടത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആദാം ഹവ്വയും പാപം ചെയ്യുമ്പോൾ ദൈവം ഒരു ആട്ടിനെ ആമേൻ അടുത്ത് അതിന്റെ തോല് അവരെ ധരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിന് സ്തോത്രം. പാപത്തിന്റെ പ്രായശ്ചിത്തമായി ഒരു മൃഗം ആദ്യമായി ഏതേ തോട്ടത്തിൽ ആമേൻ ബലിയർക്കപ്പെടുകയാണ്, അവിടെ കൊല്ലപ്പെടുകയാണ്. ആമേൻ ആദം ഹവ്വയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ആമേൻ അതുമുതലുള്ളതായ തലമുറകളുടെ പാപം നിലനിൽക്കുമ്പോൾ യേശു കർത്താവ് ആമേൻ തന്റെ ശരീരം ആമേൻ മാനവ കുലത്തിന്റെ സകലരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നുറുക്കപ്പെട്ടു. മോശയുടെ കാലഘട്ടത്തിൽ നാം പഠിക്കുമ്പോൾ അന്നു മുതൽ പുരോഹിതന്മാരൊക്കെയും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും ഒക്കെ രക്തം കൊണ്ട് ആണ് ആമേൻ ശുദ്ധി വരുത്തിയത്. ആമേൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം. താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുന്നതിന് സ്വന്തം. ആമേൻ. അവൻ ജഡിക ശുദ്ധി വരുത്തുവാൻ തക്കവണ്ണം ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും ഒക്കെ രക്തം അവയെ ഉപയോഗിച്ച് അവരെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ നിർജീവ പ്രവൃത്തികളെ സ്തോത്രം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ രക്തം അധികമായിരിക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തം, അവന്റെ ക്രൂശ മരണ നിമിത്തം അത് ഞാൻ വിശ്വസിക്കുന്നത് മൂലം എനിക്കും പാപക്ഷമ ലഭിക്കുവാൻ നമ്മുടെ തീർന്നു. നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെ ക്ഷമ ലഭിക്കുന്നത് ആമേൻ ആ കാൽവരിയിൽ അറക്കപ്പെട്ട യേശു കർത്താവിന്റെ രക്തം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു എന്ന് എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത് എന്ന് നാം വിശ്വസിക്കുന്നത് മൂലമാണ്. ആ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. നാം നീതീകരിക്കപ്പെടുവാൻ നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ നീതി പ്രവൃത്തികളല്ല. നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം നുറുങ്ങേണ്ട സ്ഥാനത്ത്, നാം കരയേണ്ട സ്ഥാനത്ത് ഗെത്സമനയിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നുറുക്കപ്പെടുന്നതിന് മുമ്പായി ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുവാൻ, കരയുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഗെത്സമനയിൽ താൻ പ്രാർത്ഥനയ്ക്കായി
നിലവിളിയോടെ ഇരിപ്പാൻ തക്കമിടയായി തീർന്നതിന് സ്തോത്രം. നാം ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടേതായ നിലവിളിയും നമ്മുടേതായ വലിയ പ്രാർത്ഥനയുടെ വാചകങ്ങൾ കൊണ്ടാണ് നാം കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നല്ല, നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി തീർന്നു. നാം ആമേൻ ദുർഗന്റെ സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ ബലിയായി നൽകുവാൻ തക്കമിടയായി തീർന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതനെ കുറിച്ച് നാം ഇന്ന് രാവിലെ സമയം ചിന്തിച്ചു. ആമേൻ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നത് തന്റെ പിതാവിനെ കുറിച്ചോ തന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആ പുരോഹിതൻ അബ്രഹാമിനെ എതിരേറ്റ് വന്നപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിപ്പാൻ തക്കമിടയായി തീർന്നതിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവിക വിടുതൽ പ്രാപിക്കാൻ, ക്രിസ്തുയേശുവിൽ കൂടിയുള്ളതായ നന്മകളും വിടുതൽ പ്രാപിക്കാൻ ദൈവം കാലാകാലങ്ങളിൽ പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ ദൈവം നിയമിച്ചിട്ടുണ്ട്. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തെന്ന് കേട്ട് മനുഷ്യരോട് പറയുന്നതാണ് പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ പുരോഹിതൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ അവയെ മധ്യസ്ഥനായി നിൽക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ മധ്യസ്ഥനായി നിൽപ്പുണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവാണ്. ദേവാലയത്തിന്റെ തിരശ്ശീലയെ രണ്ടായി ചിന്തിക്കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് ആദ്യ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാണ് അപ്പാ പിതാവേ എന്നുള്ള പുത്രത്വത്തിന്റെ അവകാശത്തെ ദൈവം നമുക്ക് ആ തിരശ്ശീല ചിന്തയിലൂടെ നമുക്ക് ലഭിക്കുവാൻ തക്കമിടയായി തീർന്നതിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ കസരകളിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറാകാം. ആമേൻ. കർത്താവ് നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പ് വിലയെ നമുക്ക് ഇന്ന് പകൽക്കാലം ഓർക്കുവാൻ തക്കമിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഫിലിപ്പിയർക്കിലേക്ക് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നു, വേഷത്തിൽ മനുഷ്യനായി ദൈവം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരേണ്ടത്. ആമേൻ. ആ പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ എക്സോഡസ് ചാപ്റ്റർ 30:16 ആമേൻ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ആമേൻ എന്താണ് ആമേൻ പഴയ നിയമ പുസ്തകത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 30-ന്റെ 16-ാം വാക്യം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഈ പ്രായശ്ചിത്ത ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് നമ്മുടെ ജീവന് വേണ്ടി നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുൻപാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അതൊരു ജ്ഞാപകമായിരിക്കണം. സ്വന്തം അവിടെ ജീവന് വേണ്ടി ഒരു പ്രായശ്ചിത്തമാകാൻ ഇസ്രായേൽ മക്കൾക്ക് അന്ന് മുതലേ ദൈവം ഒരു ജ്ഞാപകമായി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു മഹാപുരോഹിതൻ യാഗമായി തീരാൻ, മനുഷ്യന്റെ ജീവന് വേണ്ടി യാഗമായി തീരുവാൻ, അവിടെ ഓർമ്മയ്ക്ക് വേണ്ടി യാഗമായി തീരാൻ കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് മുന്നേ തന്നെ അവർക്ക് ഒരു ജ്ഞാപകമായി ദൈവം അത് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിൽ രണ്ടാമതായി യേശുവിന്റെ രക്തം, തന്റെ പ്രായശ്ചിത്തം, യേശുവിന്റെ രക്തം മൂലമുള്ളതായ പ്രായശ്ചിത്തത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികളെടുത്ത് പറയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ എന്താണ് ദൈവം യേശു കർത്താവിനെ പരസ്യമായി നിർത്തുവാൻ തക്കമിടയായി തീർന്നതിന് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. യേശുവിന്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. തന്റെ പുത്രനെ നമുക്ക് യാഗമായി നൽകുവാൻ തക്കമിടയായി തീർന്നുണ്ട്. അത് വിശ്വസിക്കുന്ന കരങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മൂന്നാമതായി പ്രായശ്ചിത്തം പാപങ്ങൾക്ക് പരിഹാരമായി 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന് 2-ാം വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 1 John chapter 2:2 ആമേൻ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ 1 യോഹന്നാന്റെ ലേഖനം 2-ന്റെ 2-ാം വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് തന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന പ്രാർത്ഥനയിൽ അവൻ അവിടെ പറയുന്നുണ്ട്, ഈ ശിഷ്യന്മാര് മാത്രമല്ല, ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവരിൽ കൂടി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന വിശ്വസിക്കുന്നവരുടെ മേലും എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഈ അനുഗ്രഹം പകരപ്പെടുവാൻ കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ നാം വായിച്ചു അവന്റെ രക്തത്താലുള്ളതായ
അവിടെ അവന്റെ രക്തത്താലുള്ളതായ മോചനം. സ്തോത്രം, സ്തോത്രം. കേവലം ഒരു വ്യക്തികൾക്ക് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് വേണ്ടി അവൻ പ്രായശ്ചിത്തയാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്ക് വായിക്കാം യോഹന്നാന്റെ ലേഖനം തന്നെ 4-ാം അധ്യായം 10-ാം വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അവൻ നമ്മെ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകും. ദൈവത്തെ നാം സ്നേഹിച്ചതല്ല. സ്തോത്രം. നമ്മുടെ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. നാം കർത്താവിനെ സ്നേഹിക്കുന്നതിന് അപ്പുറമായി നാം ദൈവത്തെ അറിയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ദൈവത്തെ അറിയാതെ വണ്ണമായിരുന്ന കാലഘട്ടത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ കണ്ടു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മെ വിടുവിക്കുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കൊണ്ട് വേണ്ടിയായി തീർന്നു. യെശയ്യാവിന്റെ പുസ്തകം 53-ാം വാക്യത്തിൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ നമുക്ക് വേണ്ടി മുറിവേറ്റവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ സ്വയം പുകഴ്ചകളും പ്രശംസകളും ഒക്കെ മാറ്റിവെച്ചത്, കർത്താവേ, ഞാൻ ഇതിലൊന്നിനും യോഗ്യനല്ല, അങ്ങ് എന്നെ യോഗ്യനാക്കി തീർത്ത അങ്ങയുടെ വലിയ രക്തത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ലാതെ നമ്മെ പുറംപറമ്പിൽ എറിയപ്പെട്ടവരായ നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ഈ കർത്താവിന്റെ സ്നേഹത്തെ വേണ്ട എന്ന് പറഞ്ഞു, ഈ കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ യേശുവിന്റെ രക്തത്തെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർക്ക് ഒരിക്കലും ഈ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. ഞാൻ പലപ്പോഴും പലരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്ന അറിയത്തില്ല. ഇതിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത്? 70 വട്ടം. ഹല്ലേലൂയ. അവൻ ഓരോ പ്രാവശ്യം നമ്മോട് പിഴയ്ക്കുമ്പോൾ, നമ്മോട് തെറ്റുകൾ ചെയ്യുമ്പോഴും നാം അവരോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നത് പോലെ, ഒന്നല്ല രണ്ടല്ല, പല പ്രാവശ്യം പല ആവർത്തി ക്ഷമിക്കാൻ തയ്യാറാകുവാൻ പഠിപ്പിച്ചവനായ കർത്താവ്. ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവസന്നിധി നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് പിന്മാറിപ്പോകുമ്പോ, ദൈവസന്നിധി നമ്മൾ കുറ്റമുള്ളവരായി തീരുമ്പോ, കർത്താവ് നമ്മോട് ക്ഷമിക്കുവാൻ എത്രയധികം അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് കോപിച്ചിരിക്കുന്നു, ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് അവൻ പിന്മാറ്റത്തിൽ പോകാതെ, കർത്താവേ, അവൻ ആ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പാപിയായി എന്നോട് കരുണ തോന്നണമേ. അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാനത്തെളിച്ചുകൊണ്ട് പാപിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. അപ്പുറത്ത് ഒരു മനുഷ്യൻ തന്നെ നീതീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സ്വയം തെറ്റുകൾ ദൈവത്തിന് ഏറ്റുപറയുവാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം, കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ ഇന്ന് പകൽക്കാലം ആ കാൽവരി ക്രൂശിന്റെ രക്തം നിങ്ങളെ നീതീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ കർത്താവ് എന്നോട് ക്ഷമിക്കുകയില്ല, ഞാൻ തള്ളപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കർത്താവ് ഉദാഹരണം പറയുന്നുണ്ട്. കല്യാണ വസ്ത്രമില്ലാതെ വണ്ണം ആ വിരുന്നുശാലയിൽ വന്നപ്പോൾ ആ വിരുന്ന് വാഴിയെ നോക്കുവാൻ പോകുമ്പോൾ ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ അവിടെ ഇരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. ആ കല്യാണ വസ്ത്രം ധരിക്കാതെ വന്ന ആ മനുഷ്യനെ ഏറ്റവും ഇരുട്ടുള്ള ഇടത്തേക്ക് അവനെ കൊണ്ട് തള്ളിയിടുവാൻ തക്കൊണ്ണം പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കർത്താവിനെ സേവിക്കുവാൻ, ആരാധിക്കാൻ ഇറങ്ങി തിരിച്ച് ദൈവത്തിലെ ആ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ വിരുന്നിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ച് ദൈവത്തിലെ സ്തോത്രം. കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അവന്റെ പുത്രരക്തത്താൽ നീ കഴുകൽ പ്രാപിച്ച് വിശ്വാസത്താൽ നീ ആ കർത്താവിനെ സ്വന്തം രക്ഷിത കർത്താവുമായി സ്വീകരിക്കുന്ന അടയാളമായി നീ സ്നാനപ്പെടുവാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തയ്യാറാകണം. വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നീ തയ്യാറാകണം. ക്രിസ്തുവിനോട് അനുരൂപനായി ജീവിക്കുവാൻ നീ തയ്യാറാകണം. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നിന്നെ തന്നെ മുഴുവനുമായി സമർപ്പിക്കുവാൻ നീ തയ്യാറാകണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദനെ നിന്റെ ഏതുവിധമായ പാപങ്ങളായാലും ക്ഷമിക്കാൻ കഴിവുള്ളവനായ കർത്താവ്. പ്രവാചക പുസ്തകം വായിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്രത്തോളം കടും ചുവപ്പായാലും
അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുണ്ട്. ആമേൻ. കർത്താവിന് ക്ഷമിക്കപ്പെടാൻ കഴിയാത്തതായി ഒരു ഭാവവുമില്ല. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അവന്റെ രക്തത്താൽ പൂർണ്ണമായി നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. അവൻ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ആമേൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് ആമേൻ കർത്താവിന്റെ ക്രൂശ് മരണത്തോട് സാധിപ്പിച്ചു തന്നു. ആമേൻ. ജീവനുള്ള രക്തം, അവന്റെ ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എത്രയധികം ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ തയ്യാറാകും. അവൻ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആമേൻ. കഴികൾ പ്രാപിച്ചവരാണ്, അവൻ വിടുതൽ പ്രാപിച്ചവരാണ്. വെളിപ്പാട് പുസ്തകം, ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അതിന്റെ 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആമേൻ, ഗോപുരത്തിൽ കൂടി കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? തുടർന്ന് നമ്മുടെ മധ്യ ദൈവത്തിന്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. താൻ നാളെ ആമേൻ നാട്ടിലേക്ക് കടന്നു പോകുകയാണ്. ആമേൻ. ദേവദാസനെ ബഹുമാനിക്കണമല്ലോ. ദൈവത്തിന് സ്വതൊരു നിമിഷം കണ്ണുകളടിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, ആമേൻ, ഞങ്ങളുടെ വസ്ത്രം അനുദിനം അലക്കുന്നവരാക്കി ദൈവം ഞങ്ങളെ മാറ്റണമേ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ആമേൻ, എന്ന പാരമ്പര്യത്തിൽ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? പലപ്പോഴും ആമേൻ, ഹല്ലേലൂയ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയുവാൻ, ആമേൻ, വിഷത്തിന്റെ ചുവട്ടിൽ കോടാലിവയ്ക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ആമേൻ, ഞങ്ങൾ നിത്യതയിൽ ആമേൻ എത്തിച്ചേരുവാൻ തടസ്സമായി ഞങ്ങളുടെ മേൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിനെ ഏറ്റുപറഞ്ഞ ദൈവത്തിന്റെ കരുണ പ്രാപിക്കുവാൻ, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഈ വചന മുഖാന്തരം ദൈവം ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതിന്റെ മക്കൾക്കായി സ്തോത്രം. കർത്താവെ, ഗിൽറ്റി ചിന്തകളാൽ ആമേൻ കർത്താവിന്റെ പാപങ്ങളെ ക്ഷമിക്കുകയില്ല, എനിക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല, എനിക്ക് നിത്യത പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കർത്താവെ നിരാശകളോടെ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ദൈവത്തോട് അടുത്ത് വരുവാൻ, ആ കൃപാസനത്തോട് അടുത്ത് വരുവാൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരുവാൻ, ആമേൻ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരായി ഇന്ന് മകൾ കടന്നു പോകുവാൻ സ്വർഗം അവരെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം മഹത്വങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ ഇരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.